ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന തിങ്കളാഴ്ചയാണ് വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ആദ്യത്തെ സൗഹൃദ മത്സരം ബ്രസീൽ കളിക്കുക. എതിരാളികൾ പനാമയാണ്. തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3 മണിക്ക് റിയോ ഡി ജനീറോയിലെ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ നെയ്മർ കളിക്കില്ല, അദ്ദേഹത്തിന് പരിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഗ്ലോബോ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഒരു സാധ്യത ലൈനപ്പാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. 100% റെഡിയായ താരങ്ങളെ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും കാർലോ ആഞ്ചലോട്ടി പനാമയ്ക്കെതിരെ ഇറങ്ങുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നെയ്മർ ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. കൂടാതെ ഡാനിലോയും ഉണ്ടാവാനുള്ള സാധ്യതയില്ല, അദ്ദേഹത്തിനും ചെറിയ ഒരു ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ബ്രസീലിന്റെ ഈ ഒരു പോസിബിൾ ലൈനപ്പ് നമ്മൾ പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ ആയിരിക്കും. പ്രതിരോധ നിരയിൽ സെന്റർ ബാക്ക് പൊസിഷനിൽ ലിയോ പെരേര, ബ്രമർ എന്നിവരായിരിക്കും ഇറങ്ങുക. ഇനി വിംഗ് ബാക്ക് പൊസിഷനിൽ അലക്സാൻഡ്രോ, വെസ്ലി എന്നിവർ ഉണ്ടാകും. മധ്യനിരയിൽ കാസമിറോ, റാഫീഞ്ഞ, ബ്രൂണോ ഗുയിമറസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കുഞ്ഞ, ലൂയിസ് ഹെൻറിക്കെ. ഇങ്ങനെയായിരിക്കും പനാമക്കെതിരെയുള്ള ഒരു ബ്രസീലിന്റെ സാധ്യത 11. നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മാർക്കിഞ്ഞോസ്, ഗബ്രിയേൽ മഗലസ്, ഗബ്രിയേൽ മാർട്ടിനെല്ലി ഇവരെല്ലാവരും UCL ഫൈനലിന്റെ ഭാഗമാവുകയാണ്. ഇവരും ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ താരങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു 11 ആയിരിക്കും മിക്കവാറും ആഞ്ചലോട്ടി ഇറക്കുക. പക്ഷെ ഇനിയും 1-2 ട്രെയിനിങ് സെഷനുകൾ കൂടി ബാക്കിയുണ്ട്. അതിനുശേഷം മാത്രമാണ് ആഞ്ചലോട്ടി ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഒരുപക്ഷെ ഈ 11-ൽ നിന്നും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.